നമുക്ക് മടങ്ങാം. ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും സിഖുകാരനെയും ജൈനനെയും ബൗദ്ധനെയും പാഴ്സിയെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും സൃഷ്ടിച്ച പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ നമ്മുടെ സത്താവിലേക്ക്, ഏകനായ ഉടയവനിലേക്ക്, പരമകാരുണ്യകനും കരുണാവാരിതയുമായ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇതേ ഇസ്ലാം പറഞ്ഞുള്ളൂ. ഇതേ ഇസ്ലാം പറഞ്ഞുള്ളൂ. യാ യുഹന്നാസ് വഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച ഏകനായ സത്താവിനെ മാത്രം നിങ്ങൾ ആരാധിക്കൂ എന്ന്. ഇതിലെവിടെയാണ് വർഗീയത? ഇതിലെവിടെയാണ് സ്വജനപക്ഷപാതിത്വമുള്ളത്? ഇതിലെവിടെയാണ് തീവ്രവാദമുള്ളത്? ഇതിലെവിടെയാണ് സങ്കുചിത ചിന്തയുള്ളത്? ഇതിലെവിടെയാണ് വർഗീയതയുള്ളത്? ഇതിലെവിടെയാണ് വിഭാഗീയതയുള്ളത്? ഇതല്ലേ ഐക്യത്തിന്റെ സന്ദേശം? ഇതല്ല മാനവികതയുടെ സന്ദേശം? ഇതല്ല മാനവ സഹോദര്യത്തിന്റെ സന്ദേശം? നമ്മൾ ഒന്നാണ്, നമ്മുടെ ദൈവം ഒന്നാണ്, ദൈവമൊന്ന് മാനവരൊന്ന് എന്ന സന്ദേശത്തെക്കാൾ മികച്ച മറ്റൊരാശയം എന്താണ്? മറ്റൊരാദർശം എന്താണ്? നമ്മെ ഒരുമിച്ച് നിർത്താൻ ഇതിനേക്കാൾ കനമുള്ള, ഇതിനേക്കാൾ കരുത്തുള്ള മറ്റൊരാശയം എന്താണ്? മറ്റൊരാദർശം എന്താണ്? യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി യതഖാകും ഇന്നല്ലാഹു അലീമുൽ ഖബീർ എന്ന വിശുദ്ധ ഖുർആന്റെ വരികളുടെ മർമ്മത്തെ നമ്മൾ അറിയേണ്ടതില്ലേ സഹോദരങ്ങളെ? നമ്മളേവരും ഏകോദര സഹോദരങ്ങളാണ്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും ജനവിഭാഗങ്ങളുമാക്കി തിരിച്ചത് ജാതിയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ദേശത്തിന്റെ, ഭാഷയുടെ പേരിൽ പരസ്പരം വെട്ടാനും കുത്താനും കൊല്ലാനും നശിപ്പിക്കാനും തീവ്രവാദ വർഗീയവാദ പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്തി നിലനിൽക്കുന്ന നാട്ടിലെ സമാധാന അന്തരീക്ഷത്തെ പിച്ചിച്ചീന്തുവാൻ വേണ്ടിയല്ല, മറിച്ച് നിങ്ങൾ പരസ്പരം അറിയാൻ, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ എന്ന മാനവികതയുടെ മഹിതമായ മാനവ സഹോദര്യത്തിന്റെ സന്ദേശത്തെ ജനമനസ്സുകളിലേക്ക് പകർന്നു നൽകുന്ന വിശുദ്ധ ഖുർആന്റെ വരികൾ എങ്ങനെയാണ് വിഭാഗീയതയുടെ വരികളാവുക? എങ്ങനെയാണ് വർഗീയതയുടെ വരികളാവുക? എങ്ങനെയാണ് തീവ്രവാദത്തിന്റെ വരികളാവുക? ഇല്ല, ഇത് മാനവികതയുടെ വർത്തമാനമാണ്, മാനവ സഹോദര്യത്തിന്റെ സന്ദേശമാണ്, നന്മയുടെ സന്ദേശമാണ്, ഐക്യത്തിന്റെ സന്ദേശമാണ്, എല്ലാ അർത്ഥത്തിലും മാനവരാശിയുടെ വിമോചനത്തിന്റെ സന്ദേശമാണ്, സ്വർഗത്തിലേക്കുള്ള വഴിമാർഗമാണ്, നിത്യജീവൻ നേടിയെടുക്കാനുള്ള വഴിയടയാളമാണ്, മോക്ഷപ്രാപ്തി നേടിയെടുക്കുവാനുള്ള ഏക വഴിമാർഗമാണ് എന്ന ബോധവും ബോധ്യവും സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് ചുരുക്കം.